കാട്ടുപാതകളിലെ ജനങ്ങൾക്ക് പാലും പഴവും പച്ചക്കറിയും പത്രവുമെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെ എത്തിച്ചു നിൽക്കുന്ന ഒരു ബസ് സർവീസ്. യാത്രക്കാരുടെ ഉപാധികളില്ലാത്ത സ്നേഹം പിടിച്ചുപറ്റിയ സ്നേഹക്കടയായിരുന്നു കേരള തമിഴ്നാട് സംസ്ഥാനാന്തര സർവീസായ ചീനിക്കാസ്. എബിഡി ട്രാവൽസ് ലിമിറ്റഡ് ആണ് 1964 ഈ റൂട്ടിൽ ആദ്യമായി സർവീസ് ആരംഭിക്കുന്നത്. ലാഭകരമല്ലാഞ്ഞിട്ടും പിന്നീടെത്തിയവരും ഈ സർവീസ് നിലനിർത്തി. കോവിഡ് കാലത്താണ് തോട്ടത്തിൽ ട്രാൻസ്പോർട്ടിൽ നിന്ന് ചീനിക്കാസ് ഈ റൂട്ട് ഏറ്റെടുക്കുന്നത്. എന്നാൽ ഈ റൂട്ടിൽ KSRTC പ്രിയദർശിനി ബസ് സർവീസ് നടത്തുന്നതിനാൽ ഇപ്പോൾ കൂടുതൽ സ്ത്രീ യാത്രക്കാരും അവരുടെ കൂടെയുള്ള പുരുഷ യാത്രക്കാരും സ്വകാര്യ ബസ് യാത്ര വേണ്ടെന്ന് വെച്ചു. നഷ്ടം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയപ്പോൾ സർവീസ് നിർത്താൻ തീരുമാനിക്കുകയാണ് ഉടമകൾ. പ്രിയദർശിനി വന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ഡെയിലി 4000-4500 ഓവറാണ്. ഡീസൽ അടിക്കാൻ കാശില്ല, പണിക്കാർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. ആ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഈ രണ്ട് വണ്ടിനെ ഞങ്ങളെ ആശ്രയിച്ച് ഒരു 10 മണിക്കാരോളം ഉണ്ട്. അവരുടെ കുടുംബം പട്ടിണിയാവും. നമുക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. രാവിലെ 6:45 ചാലക്കുടിയിൽ നിന്ന് സാധനങ്ങളുമായി തിരിക്കുന്ന ബസ് ആളില്ലാത്ത സ്റ്റോപ്പുകളിൽ പോലും നിർത്തി തോട്ടം തൊഴിലാളികൾക്കുള്ള പത്രവും പച്ചക്കറിക്കെട്ടുകളും എല്ലാം എത്തിച്ചു നൽകിയിരുന്നു. അതെല്ലാം ഇനി എങ്ങനെ നടക്കും എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഇന്ന് ഇതിലൂടെ ഓടുന്ന ആകെയുള്ള 2 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തും. ഒരു സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വനപാത കൂടിയായിരുന്നു ഇത്. 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റൂട്ടിൽ പകുതിയിലേറെയും കാടാണ്. യാത്രാക്ലേശം രൂക്ഷമായ മലയോര മേഖലയിലേക്ക് താങ്ങായിരുന്ന ഒരു സ്നേഹ സർവീസാണ് പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെയുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് ഇപ്പോൾ അവസാനിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.